ആദ്യമായി തന്നെ പരിശുദ്ധ കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം ലഭിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ആര്യ ബിനു. ഞാൻ ന്യൂസിലൻഡിലെ വെല്ലിംഗ്ടണിലെ സെൻറ്റ് മേരീസ് സിറോ മലബാർ മിഷൻ ഇടവകാംഗമാണ്. ഞാൻ 2024 ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ 6 കാര്യങ്ങൾ വെച്ചെങ്കിലും 5 കാര്യങ്ങൾ പരിശുദ്ധ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. 6ാമത്തെ കാര്യമായിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടി. 2023 ജനുവരിയിലാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതെങ്കിലും ഒരു വർഷത്തേക്ക് ഞങ്ങളിലേക്ക് കുഞ്ഞ് എന്നൊരു ചിന്ത വന്നില്ല. 2024 ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എനിക്കും ഹസ്ബൻഡിനും ഭയങ്കരമായിട്ട് ആഗ്രഹമായി, ഒരു കുഞ്ഞ് വേണം. ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് പ്രഗ്നൻസി ടെസ്റ്റുകളൊക്കെ പലപ്പോഴും ചെയ്തപ്പോഴും നെഗറ്റീവായിരുന്നു റിസൾട്ട്. അപ്പോൾ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, മാതാവ് നിനക്ക് കുഞ്ഞിനെ തരും, നീ ഡിസംബർ വരെ കാത്തിരിക്കും. ഡിസംബറിലല്ലേ ഉണ്ണീശോ ഉണ്ടായത്, ഉണ്ണീശോ ഉണ്ടായ ആ മാസത്തിന് നിനക്കൊരു സന്തോഷവാർത്ത മാതാവ് നിന്നെ അറിയിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഒരുങ്ങിയിരുന്നു. അങ്ങനെ 2024 ഡിസംബർ 5-ാം തീയതി എനിക്കൊരു ചെറിയ സംശയം തോന്നി. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ റിസൾട്ട് പോസിറ്റീവായിരുന്നു. ആ സമയത്ത് ന്യൂസിലൻഡിലെ എൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വളരെയേറെ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഒരു 37 വീക്സ് വരെ എല്ലാം നോർമലായി, ഞാനും കുഞ്ഞും ഹെൽത്തിയായി ആക്റ്റീവായിട്ടിരുന്നു. 37 വീക്സിൽ മിഡ് വൈഫിനെ കാണാൻ ചെന്നപ്പം മിഡ് വൈഫ് പറഞ്ഞു, വാര്യ നിൻ്റെ ഫണ്ടൽ ഹൈറ്റിൽ, അതായത് വയറിൻ്റെ അളവിൽ ഒരു ചെറിയ കുറവുണ്ട്. 34 ആഴ്ച നിനക്കുള്ള അതേ ആ ഒരു മെഷർമെൻറ്റ് ഇപ്പോഴും കാണിക്കുന്നുള്ളൂ. കുഞ്ഞിൻ്റെ ഗ്രോത്തിൽ ഒരു ചെറിയ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നൊറീൻ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. പുള്ളിക്കാരി പറഞ്ഞു, അന്ന് ഒരു കാര്യം ചെയ്യും, നിന്നെ അർജൻറ്റായിട്ട് സ്കാനിങ്ങിന് റെഫർ ചെയ്യുവാന്ന് പറഞ്ഞു. അങ്ങനെ അർജൻറ്റായിട്ട് സ്കാനിങ്ങിന് വേണ്ടി ഞാൻ എല്ലാ ഹോസ്പിറ്റലിലും വിളിച്ചിട്ട് ആരും എനിക്ക് അപ്പോയിൻമെൻറ്റ് തരുന്നില്ല. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. 37 വീക്സ് പ്രഗ്നൻ്റ് ആണെങ്കിൽ പോലും ഞാനൊരു നേഴ്സാണ്, ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഡ്യൂട്ടി സമയത്ത്, ബ്രേക്കിൻ്റെ സമയത്തെല്ലാം ഞാൻ വിളിക്കുവാണ്, എല്ലാ ഹോസ്പിറ്റലിലും വിളിക്കുവാണ്. ആരും എനിക്ക് റിപ്ലൈ തന്നില്ല. അവസാനം ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, നീ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് എൻ്റെ കുഞ്ഞ് ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ, നീ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തരാൻ പറഞ്ഞു. അങ്ങനെ ഏകദേശം ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഹോസ്പിറ്റലുകാർ എന്നെ തിരിച്ച് വിളിച്ച് പറഞ്ഞു, നിനക്ക് നാളെ സ്ലോട്ടുണ്ട്, നാളെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ ജൂലൈ 17-ാം തീയതി 2025 സ്കാനിങ്ങിന് വേണ്ടി പോയി. സ്കാനിങ് ചെയ്ത സമയത്ത് ടെക്നീഷ്യൻ പറഞ്ഞു, കുഞ്ഞിന് വെയിറ്റ് 2 കിലോയേ ഉള്ളൂ, പക്ഷേ കൊച്ച് ആക്റ്റീവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പ്രൊഫഷനൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു NICU നേഴ്സാണ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഓക്കെ, ബാക്കി നിന്നോട് ഡോക്ടർ സംസാരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു ചെന്നു. രാത്രിയായപ്പം ജൂലൈ 17 രാത്രിയായപ്പോൾ എൻ്റെ മിഡ് വൈഫ് എന്നെ വിളിച്ചു, നൂറീൻ എന്നെ വിളിച്ചിട്ട് പറയുവാണ്, ആര്യ, നിൻ്റെ കുഞ്ഞിനൊരു ചെറിയ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഞങ്ങൾ സസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, നീ വർക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ജൂലൈ 18 എൻ്റെ ലാസ്റ്റ് ഡ്യൂട്ടി. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, നിനക്ക് ഞാൻ പോകാൻ പറ്റില്ല, നീ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ വിളിച്ച് പറയും, നിനക്ക് വരാൻ പറ്റത്തില്ല എന്ന് വിളിച്ച് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ച് പറഞ്ഞു. കുഞ്ഞിനിങ്ങനെ പ്രോബ്ലം പറഞ്ഞത് ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ ഉള്ളിലൊതുക്കും മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാരണം ഒരു NICയിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിക്കുക, എൻ്റെ കുഞ്ഞിന് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്, കുഞ്ഞിനെ C-സെക്ഷൻ ചെയ്തെടുക്കും, ഇൻറ്റുബേറ്റ് ചെയ്തെല്ലാം എൻ്റെ മനസ്സിൽ കൂടെ വരുക. ആ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. വിഷമം ഉണ്ടായിരുന്നു. അന്ന് ജൂലൈ 18-ാം തീയതി ഞങ്ങൾ കുരിശ് വരയ്ക്കാനിരുന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 18-ാം തീയതി ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും പറഞ്ഞു, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, CT സ്കാനിങ് ചെയ്തു, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 38 ആഴ്ചയാകുമ്പോൾ നിന്നെ ഇൻഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. കാരണം കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ ഒന്നും നിൻ്റെ വയറ്റിൽ കിടന്ന് കിട്ടുന്നില്ല, അപ്പോൾ കുഞ്ഞ് പുറത്ത് വരട്ടെ എന്ന് ഡോക്ടറിനോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ജൂലൈ 22-ാം തീയതി ഒരു ചൊവ്വാഴ്ച ഞാനും ഹസ്ബൻഡും കൂടെ ഹോസ്പിറ്റലിൽ പോയി. കൂടെ ഹസ്ബൻഡിൻ്റെ പാരൻസും ഉണ്ടായിരുന്നു. ഉച്ചവരെ എന്നെ ഇൻഡ്യൂസ് ചെയ്തു. പ്രോഗ്രഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നാൽ പപ്പായും മമ്മീനെ വീട്ടിലേക്ക് വിട്ടേര്, കാരണം അവരിരുന്ന് മുഷിയുവാണ്, നമ്മുടെ ഇവിടുത്തെ പോലെ കൂടെ ഒന്നും ഇരുത്തത്തില്ല, റൂമിൽ എന്നെ ഹസ്ബൻഡിനെ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളൊരു ടാക്സി വിളിച്ച് അവരെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെയും ഇൻഡക്ഷന് വേണ്ടി എനിക്ക് മരുന്ന് തന്നപ്പം കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് പെട്ടെന്ന് ഡ്രോപ്പായി. ഒന്നും അറിയത്തില്ലാത്ത എൻ്റെ ഹസ്ബൻഡാണ് എമർജൻസി അടിച്ച് മിഡ് വൈഫും ഡോക്ടേഴ്സെല്ലാം ഓടി വന്നപ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് 70, 60, 50 അങ്ങനെ താഴ്ന്നു പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആര്യ, ഞാൻ ആ ഡോക്ടറിനെ അതിന് മുന്നേ കണ്ടിട്ടില്ല, ഞാൻ NICയിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ ഞാൻ ആ ഡോക്ടറിനെ കണ്ടിട്ടില്ല. ഡോക്ടർ പറഞ്ഞു, ആര്യ, ഞാൻ നിന്നെ PV ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ 1 സെൻറ്റിമീറ്റർ പോലും ഡൈലേറ്റ് ആയിട്ടില്ല. അപ്പം ഡോക്ടർ 2 കൈ വിട്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞിൻ്റെ തലയിൽ ഞങ്ങൾക്ക് സ്കാൽപ്പിൽ നീഡിൽ വെക്കണം, കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് ഞങ്ങൾക്ക് ഈ മെഷീനിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ വാവിട്ട് കരഞ്ഞു. കാരണം 1 സെൻറ്റിമീറ്റർ പോലും ഡൈലേറ്റ് ആകാതെ തന്നെയാണ് ഡോക്ടർ 2 കൈ വിട്ട് എക്സാമിൻ ചെയ്തത്.
ആ സമയത്തെല്ലാം എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എൻ്റെ കുഞ്ഞിനെ നീ ഒന്നും വരത്തില്ല, ഞാൻ മരിച്ചു പോയിക്കോട്ടെ, എൻ്റെ കുഞ്ഞിനൊന്നും വരത്തില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ആ ബെഡിൽ വെച്ച് എൻ്റെ വാട്ടർ ബ്രേക്കായി. ലേബർ റൂമിലേക്ക് ഉടനെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഡോക്ടേഴ്സ് നഴ്സസ്മാരെല്ലാം വന്ന് പറയും, ആര്യ നിനക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല, നിൻ്റെ റിപ്പോർട്ടൊക്കെ ഞങ്ങൾ കണ്ടു, നിനക്ക് ഇതുവരെ എല്ലാം നോർമലായിരുന്നു, പെട്ടെന്ന് എന്താ പറ്റിയെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കും അറിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് പിന്നെ കത്തീറ്റർ ഇട്ട് ഇൻഡ്യൂസ് ചെയ്യാൻ നോക്കി, അത് പറ്റില്ല, കാരണം കുഞ്ഞിൻ്റെ തലയിൽ ഓൾറെഡി സ്കാൽപ്പിൽ നീഡിലുള്ളതുകൊണ്ട് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് IV മെഡിസിൻ തരാൻ തുടങ്ങി. ആ സമയത്തും കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ NIC ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാം അറിഞ്ഞെന്ന് തോന്നുന്നു, ഞാൻ അഡ്മിറ്റായി, കുഞ്ഞിനെന്തോ പ്രശ്നമുണ്ട്, അപ്പോൾ കുഞ്ഞ് മിക്കവാറും അഡ്മിറ്റ് ആകുമെന്നൊരു ഇൻഫർമേഷൻ അവിടെ ആരോ കൊടുത്തു. അപ്പോൾ എൻ്റെ കൊളീഗ്സ് എല്ലാം ഭയങ്കര ടെൻഷൻ അടിച്ചു, എന്ത് പറ്റിയെന്ന് ഓർത്തിട്ട്. അപ്പോൾ ആ ഡോക്ടർ എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ആര്യ നീ വേദന സഹിക്കണ്ട, കാരണം ഭയങ്കര വേദന എനിക്ക് വരുന്നുണ്ട്, 1 സെൻറ്റിമീറ്റർ പോലും സെർവിക്സ് ഡയലേറ്റ് ആവുന്നില്ല. ഡോക്ടർ പറഞ്ഞു നീ വേദന സഹിക്കേണ്ട ആര്യ, നീ എപ്പിഡ്യൂറൽ മെഡിസിൻ എടുക്കാൻ പറഞ്ഞു. എപ്പിഡ്യൂറൽ എനിക്ക് ഇഞ്ചക്ഷൻ തന്നപ്പോൾ എൻ്റെ കാലൊക്കെ മരവിച്ച് വേദന കുറഞ്ഞു. അപ്പോഴും എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു, ആര്യ നിൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ നിന്ന് ബ്ലഡ് എടുക്കണം, കുഞ്ഞിന് ഓക്സിജൻ കിട്ടുന്നില്ല എന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞു. ഡോക്ടർ PV ചെയ്തിട്ട് പറഞ്ഞു, ആര്യ 4 സെൻറ്റിമീറ്റർ പോലും ഡയലേറ്റ് ആയിട്ടില്ല, എനിക്ക് കൈ കടത്താൻ പറ്റുന്നില്ല, മുമ്പേ ചെയ്ത പോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇനി വെയിറ്റ് ചെയ്യണോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യേണ്ട ഡോക്ടർ, എന്നെ എടുത്തോ, എന്നെ എമർജൻസി C-സെക്ഷൻ കയറ്റിക്കോളാൻ പറഞ്ഞു. അപ്പോൾ സമയം ഒരു 7 മണിയായി. ഞങ്ങൾ രാവിലെ ഒരു 8 മണിയോടുകൂടി ഹോസ്പിറ്റലിൽ പോയതാണ്. വൈകുന്നേരം 7 മണിയായി. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹസ്ബൻഡ് ടെൻഷൻ അടിച്ചിട്ട് എൻ്റെ ചേച്ചീനെ വിളിച്ച് വരുത്തി, ചേച്ചിയും എൻ്റെ ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ ചേച്ചി എൻ്റെ അമ്മേനെ വിളിച്ച് പറഞ്ഞു, എൻ്റെ അമ്മ ആ സമയം മുഴുവൻ തിരി കത്തിച്ച് വെച്ച് മാതാവിന് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തോട്ട് ഒരു ഡോക്ടറിനെ പറഞ്ഞു വിടണമെന്ന് എൻ്റെ അമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിന് ബലമായിട്ടായിരിക്കണം ആ ഡോക്ടർ വന്നത്, കാരണം ഞാൻ ആ ഡോക്ടറിനെ ഇതിന് മുന്നേ കണ്ടിട്ടേ ഇല്ല. ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്നത് വെല്ലിംഗ്ടൺ ഹോസ്പിറ്റലിലാണ്. ആ വെല്ലിംഗ്ടൺ ഹോസ്പിറ്റലിലാണ് എന്നെ ഡെലിവറിക്ക് കൊണ്ടുപോയതും. ആ ഹോസ്പിറ്റലിൻ്റെ NIC ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഡോക്ടേഴ്സിന് ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാൻ പറ്റും. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ഡോക്ടറെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. അങ്ങനെ C-സെക്ഷന് എന്നെ കൊണ്ടുപോയി. എൻ്റെ മിഡ്വൈഫ്, എന്നെ നോക്കിക്കൊണ്ടിരുന്ന മിഡ്വൈഫ് നൊറീൻ എന്നാണ് പേര്. നൊറീൻ ഓടി വന്നു, പറഞ്ഞു ആര്യ ഞാൻ രാവിലെ മുതൽ നിൻ്റെ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്, എനിക്ക് അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു നീ ഡെലിവറിയെ ചെയ്യുള്ളൂ എന്ന്, പക്ഷേ ഇപ്പോൾ എന്നാ പറ്റിയെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരി ആകെ വിഷമിച്ച് എൻ്റെ കൂടെ നിൽക്കുകയാണ്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ പീഡിയാട്രിക് ഡോക്ടർ അഡിയൽ എന്ന് പറഞ്ഞൊരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ആര്യ നീ ടെൻഷൻ അടിക്കുന്നത്, എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകല്ലേ, എൻ്റെ കൂടെ തന്നെ ഇരുത്തണേ, എനിക്കറിയാം NIC കൊണ്ടുപോയി അവർ ക്യാനൽ ഇടും, ഇനി ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർ വായിക്കൂടെ ട്യൂബ് ഇടും എന്നൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സർജറി ചെയ്തു, കുഞ്ഞിനെ പുറത്തെടുത്ത് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോഴത്തേക്കും ഞാനും ഹസ്ബൻഡും കൂടെ നിലവിളിച്ച് കരഞ്ഞു. ഈശോയെ ഞങ്ങളുടെ കുഞ്ഞ് കരഞ്ഞല്ലോ, എൻ്റെ മാതാവേ കുഞ്ഞിനെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അടയിൽ കുഞ്ഞിനെ എടുത്ത് എൻ്റെ ദേഹത്ത് വെച്ചിട്ട് പറഞ്ഞു, ആര്യ കുഞ്ഞിനെ ഞങ്ങൾ നോക്കട്ടെ, ഒബ്സർവ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെ ഒബ്സർവേഷൻ ടേബിളിൽ കൊണ്ടുപോയി കുഞ്ഞിനെ നോക്കിയിട്ട് പറഞ്ഞു, നിൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പവും ഇല്ല, നീ വിചാരിക്കുന്ന പോലെ ഒരു കുഴപ്പവും ആ കുഞ്ഞിനില്ല, ഇത്രയും ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോയ കുഞ്ഞിനെ ആക്റ്റീവായി കരയുന്നു, അബ്ഗാർ സ്കോർ 9 ആണ് കുഞ്ഞിന്, നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു നിൻ്റെ പ്ലാസൻ്റ ഞങ്ങളൊരു സ്റ്റഡിക്ക് അയച്ചോട്ടെ, കാരണം എന്തോ ഒരു പ്രോബ്ലം കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പ്ലാസൻ്റ സ്റ്റഡിക്ക് അയച്ചു. 4 ആഴ്ചയ്ക്ക് ശേഷമാണ് റിപ്പോർട്ട് വന്നത്. റിപ്പോർട്ടിനകത്ത് എൻ്റെ പ്ലാസൻ്റയ്ക്ക് ഒരു കുഞ്ഞിനെ താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു. പിന്നെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ബ്ലഡിൽ നിന്ന് കുറച്ച് ബ്ലഡിലെ കമ്പോണൻസ് കുഞ്ഞിലേക്ക് പോകുന്ന ന്യൂട്രീഷനെയൊക്കെ തടഞ്ഞു വെച്ചിരിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ കുഞ്ഞ് 34 ആഴ്ച മുതൽ 37 ആഴ്ച, അതായത് 3 ആഴ്ച കുഞ്ഞ് പട്ടിണിയായിരുന്നു വയറ്റിൽ. എന്നിട്ട് മിഡ്വൈഫ് റിസൾട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആര്യ അവൾ എങ്ങനെ സർവൈവ് ചെയ്തു എന്ന് അറിയത്തില്ല, കാരണം ഷീസ് എ മിറക്കിൾ ബേബി, ഇതെങ്ങനെ നീ സാധിച്ചെടുത്തു? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എല്ലാം എൻ്റെ മാതാവ് തന്നത് മാത്രമാണെന്ന് പറഞ്ഞു. അതിനുശേഷം കുഞ്ഞുണ്ടായി, ഓക്കെ ആയിരുന്നു. കുഞ്ഞിന് കാലിന് ഒരു ചെറിയ വളവുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ എൻ്റെ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി തൈലവും കാശുരൂപം എല്ലാം വെച്ച് പ്രാർത്ഥിച്ചു. ഓരോ തവണ ഞാൻ അമ്മയോടാണ് എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പറയുന്നത്. അപ്പം അമ്മ പറയും, നീ പേടിക്കേണ്ട, മാതാവ് ഇത്രയൊക്കെ നിനക്ക് ചെയ്തില്ല, നീ എന്തിനാ ടെൻഷൻ അടിക്കേണ്ട, ഒരു കുഴപ്പം ഉണ്ടാവില്ല, നീ ആ തൈലം വെച്ച് പ്രാർത്ഥിക്ക്. അങ്ങനെ കുഞ്ഞിൻ്റെ കാലിലും എല്ലാം ഞാൻ തൈലം വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ അവർ പറഞ്ഞു കുഞ്ഞിൻ്റെ കണ്ണിന് ഒരു ചെറിയ വിഷൻ പ്രോബ്ലം ഞങ്ങൾ സസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴും ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു.
ഓരോ അപ്പോയിൻമെൻറ്റിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴും കുഞ്ഞ് നോർമലാണ്. അങ്ങനെ എൻ്റെ കുഞ്ഞിന് ഇപ്പം 5 മാസമായി. ഹെലേന എന്നാണ് പേര്. അവൾ ആക്റ്റീവായിട്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ന്യൂസിലൻഡിൽ ഞാൻ സൺഡേ സ്കൂൾ ടീച്ചറായിരുന്നു. എനിക്ക് സിസേറിയൻ ചെയ്യുന്നവിടം വരെ ഞാൻ പോകുമായിരുന്നു. പിന്നെ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ പരിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ടുണ്ട്. ഒരു ദിവസം പോലും ഞായറാഴ്ച ഞാൻ കുർബാന മുടക്കിയിട്ടില്ല. ഇപ്പം എൻ്റെ ഹസ്ബൻഡിന് ഡ്യൂട്ടി ആണെങ്കിൽ പോലും ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത്, എന്നോട് ഡ്രൈവ് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6 ആഴ്ചത്തേക്ക് നീ ഡ്രൈവ് ചെയ്യരുതെന്നാണ് പറഞ്ഞിരുന്നത് ആദ്യമൊക്കെ. പക്ഷേ ഞാനതൊന്നും കണക്കിലെടുക്കാത്ത എൻ്റെ മാതാവിൻ്റെ കൂടെയുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ ഡ്രൈവ് ചെയ്ത് ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. ആ സമയത്തെല്ലാം ഈവൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഞാൻ ഈ കൃപാസനത്തിലെ നമ്മുടെ ചാനൽ ജോസഫ് അച്ഛൻ്റെ ടോക്കാണ് കേട്ടുകൊണ്ടിരുന്നത്. ഡെയിലി ബ്രെഡ് ഞാൻ കേൾക്കുമായിരുന്നു. സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ചെയ്യുമായിരുന്നു. പിന്നെ പരമാവധി ഞാനും എൻ്റെ കുഞ്ഞും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുടുംബാംഗങ്ങളും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈശോയ്ക്ക് നന്ദി, ഒരുപാട് നന്ദി. 139 സങ്കീർത്തനം 15-16 തിരുവചനങ്ങൾ. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ആര്യ എന്ന ഈ മകളുടെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയതിനെക്കുറിച്ചുള്ള ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമായിരുന്നു. നാം ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് അനുഗ്രഹം ഉറപ്പാണ്. ഉടൻ പരിഹാരം നമുക്കുണ്ടാകും. ആര്യയ്ക്ക് പറയാനുള്ളത് ആര്യയുടെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മയുടെയും ഈശോയിൽ നൽകിയ വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. അനുഗ്രഹത്തിൽ നിന്ന് അതൊരു കൃപയും അഭിഷേകവുമായി മാറിയതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണിത്. ആര്യ കുഞ്ഞിന് ജന്മം നൽകുന്നത് വരെ വളരെയധികം ഹസ്ബൻഡും ആര്യയും വളരെ ഒരുങ്ങിയാണ്, ആധ്യാത്മികമായി അവരൊരുങ്ങിയാണ് കുഞ്ഞിനെ വെൽക്കം ചെയ്യാനായി ഒരുങ്ങിയിരുന്നത്. നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ആര്യയുടെ ഡെലിവറി സെക്ഷൻ്റെ ഡെലിവറി സമയത്ത് ഒരു അജ്ഞാതനായ ഒരു ഡോക്ടർ വന്ന് വളരെ കോംപ്ലിക്കേഷനായിരിക്കുന്ന ഒരു ഗർഭാവസ്ഥയെ കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ വേണ്ടി അവർ വന്നു നിൽക്കുമ്പോൾ, അവരൊരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ NICUയിൽ വർക്ക് ചെയ്യുന്ന ഒരു മകളാണ് ആര്യ. അവിടെയുള്ള ഒരുവിധം എല്ലാ ഡോക്ടേഴ്സിനെയും ആര്യയ്ക്കറിയാം. പക്ഷേ ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഈശോ തന്നെയാണ് ഈ കുഞ്ഞിനെ പുറത്തെടുക്കുവാനും ജന്മം കൊടുക്കുവാനും ജീവൻ കൊടുക്കുവാനും ഈശോയുടെ കയ്യിലൂടെ ആ കുഞ്ഞിനുണ്ടായേക്കാവുന്ന എല്ലാ ഡിഫക്ട്സും എല്ലാ ബലഹീനതകളും ന്യൂനതകളും അകറ്റി ഈശോ കുഞ്ഞിനെ പുറത്തെടുത്തുകൊണ്ട് സൗഖ്യം നൽകി ഒരു വളരെ ഓമന കുഞ്ഞായി, നല്ല ആരോഗ്യമുള്ള കുഞ്ഞായി ഇവർക്ക് കയ്യിലേക്ക് നൽകി എന്ന് ആര്യ സാക്ഷ്യപ്പെടുത്തുകയാണ്. നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ തന്നെ നമ്മുടെ എല്ലാ അസ്വസ്ഥതകളിലേക്കും നമ്മുടെ എല്ലാ ആശങ്കകളിലേക്കും അമ്മ ഓടി വരുന്നത് നമുക്ക് കാണാം. ജനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഒരു വലിയ ടെൻഷനെക്കുറിച്ച് ഉണ്ടായേക്കാവുന്ന ഒരു വലിയ ടെൻഷനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സിനെക്കുറിച്ച് ആര്യ അറിയുന്നത്. കാരണം കുഞ്ഞിന് ആവശ്യമുള്ള ന്യൂട്രീഷൻ കൊടുക്കാനുള്ള പ്ലസൻ്റ് ആ ഒരു ഫുഡ് ബാങ്ക് അവിടെ ഓഫായിരുന്നു. എന്നിട്ട് പോലും ഈശോ ജീവരക്തം കൊണ്ട്, ഈശോയുടെ തിരുരക്തം കൊണ്ട് കുഞ്ഞിനെ വളരെയധികം പരിപാലിച്ചു എന്ന് തന്നെ ഒരു അവർ പറഞ്ഞതുപോലെ ഇതൊരു മിറക്കിൾ ബേബിയാണ്, ഈ കുഞ്ഞൊരു അത്ഭുത സൃഷ്ടിയാണ്, അത്ഭുത ബേബിയാണ് എന്ന് ഇവിടെ ഏറ്റുപറയുന്നത് സത്യം തന്നെയാണ്. ഈ ഉദരത്തിൽ ഈ കുഞ്ഞിനെ ഈശോ സംരക്ഷിച്ചില്ലായിരുന്നെങ്കിൽ, ഹീൽ ചെയ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കുഞ്ഞ് ഒരുപാട് ന്യൂനതകളോടെ ഈ അൾത്താരയിൽ ഏറ്റുവാങ്ങേണ്ടി അവർക്ക് വരുമായിരുന്നു. ഒരുപക്ഷെ പാരലൈസ്ഡ് ആവാം, വിഷൻ പ്രോബ്ലം ഉണ്ടാകാം, അല്ലെങ്കിൽ കാല് ട്വിസ്റ്റായി പോകാം. ജനിച്ചു കഴിഞ്ഞപ്പോൾ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഇന്ന് വളരെ ആരോഗ്യവാനായി അവർക്ക് കുഞ്ഞിനെ ലഭിച്ചു. ന്യൂസിലാൻഡിൽ ജീവിക്കുന്ന ഈ മകൾക്ക് പറയാനുള്ളത്, ഞാൻ ഇന്നൊരു കാറ്റഗിസം ടീച്ചറാണ്, സൺഡേ സ്കൂൾ ടീച്ചറാണ്, ഞാൻ വചനം പങ്കുവയ്ക്കുന്ന വ്യക്തിയാണ്. വിദേശങ്ങളിൽ നിന്ന് വരുന്ന ഒരുപാട് മാതാപിതാക്കൾ പറയുന്ന ഒരു എക്സ്ക്യൂസ് ഇതാണ്, ഞങ്ങൾക്ക് സൺഡേ ദൂരമാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്കവിടെ മഞ്ഞാണ്, തണുപ്പാണ്, സ്പ്രിംഗ് ആണ്, അങ്ങനെ ഒരുപാട് എക്സ്ക്യൂസ് പറയും. ഈ എക്സ്ക്യൂസസ് എല്ലാം ഈശോയുടെ നമുക്ക് കൊടുക്കേണ്ട ഈശോയ്ക്ക് കൊടുക്കേണ്ട അംഗീകാരം കൊടുക്കാത്തത് കൊണ്ടുള്ള ഒരു ലെയിം എക്സ്ക്യൂസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആര്യയ്ക്ക് അങ്ങനെയൊന്നും പറയാനില്ല. കാരണം ആര്യ വളരെ വിശ്വസ്തയോടുകൂടിയാണ് ഈശോയുടെ അടുത്തേക്ക് പോകുന്നത്, ഈശോയെ സ്വീകരിക്കുന്നതും. അതിൻ്റെ ഒരു വലിയ പ്രതിഫലമാണ് ആര്യയ്ക്ക് ഇന്ന് നൽകിയിട്ടുള്ളത്. നാം എത്രമാത്രം
സങ്കടത്തോടെ വിളിച്ചാലും നമ്മുടെ ആ സങ്കടം ഈശോ ഏറ്റെടുക്കുകയും നമ്മുടെ ആസ്തി തൂക്കി നോക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം വളരെ വലുതാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഗർഭാവസ്ഥയിലായിരിക്കുന്ന എല്ലാ അമ്മമാരെയും എല്ലാം നമുക്ക് ഈ അൾത്താരയിൽ പുനഃസമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കാം. അവരുടെ നല്ല കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തോടുകൂടിയുള്ള ജനനത്തിന് വേണ്ടിയും കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.